നമസ്കാരം. നമ്മൾ എല്ലാവരും ഹോട്ടലിൽ നിന്ന് ഭക്ഷണം പാഴ്സൽ വാങ്ങിക്കുന്ന വ്യക്തികളാണ്. ഭൂരിപക്ഷം ആളുകളും അതിൽ ഹോട്ടലുകാർ പറയുന്ന വിഭവങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും ചെക്ക് ചെയ്യാത്തത് അല്ലെങ്കിൽ അത് ബാധിക്കാത്ത വ്യക്തികളാണ്. എന്നാൽ തമിഴ്നാട്ടിൽ ഒരു രസകരമായ സംഭവം നടന്നിരിക്കുകയാണ്. ഒരു ഉപഭോക്താവ് തന്റെ അവകാശത്തിനായി പോരാട്ടം നടത്തുകയായിരുന്നു. അതിന്റെ വിധിയും വന്നിരിക്കുകയാണ്. പാഴ്സൽ വാങ്ങിയ ഊണിൽ അച്ചാർ നൽകാതിരിക്കുന്നതിന് റെസ്റ്റോറന്റ് ഉടമയ്ക്ക് നഷ്ടപരിഹാരമായി നൽകേണ്ടി വന്നത് 35,000 രൂപയാണ്. 80 രൂപയുടെ 25 ഊണ് പാഴ്സൽ വാങ്ങിയ ആളിന് 35,000 രൂപ നഷ്ടപരിഹാരം നൽകാനാണ് ഉപഭോക്തൃ തർക്ക പരിഹാര ഫോറം ഉത്തരവിട്ടിരിക്കുന്നത്. തമിഴ്നാട്ടിലെ വില്ലുപുരം ജില്ലയിലെ വാലുതർ റെഡ്ഡിയിലെ ആരോഗ്യസ്വാമി എന്ന ഉപഭോക്താവിന്റെ പരാതിയിലാണ് നടപടിയെടുത്തിരിക്കുന്നത്. ബന്ധുവിന്റെ ചരമവാർഷിക ദിനത്തിൽ വയോജന മന്ദിരത്തിലേക്ക് നൽകാനാണ് ഊൺ പൊതികൾ പാഴ്സലായി വാങ്ങാൻ തീരുമാനിച്ചത്. ഇത് നടക്കുന്നത് 2022 നവംബർ 28-ലാണ്. വില്ലുപുരത്തെ ബാലുമുരുകൻ റെസ്റ്റോറന്റിലെത്തി ഊണിന്റെ വിലയും മറ്റും അദ്ദേഹം ചോദിച്ചറിഞ്ഞു. ഊണിന് 70 രൂപയും പാഴ്സലിന് 80 രൂപയുമാണെന്ന് ഹോട്ടൽ ഉടമ അറിയിക്കുകയായിരുന്നു. 11 ഇനം വിഭവങ്ങൾ പാഴ്സലിൽ ഉണ്ടാകുമെന്നും ഇവർ അറിയിച്ചു. ഇത് പ്രകാരം 25 ഊൺ പൊതികൾ ഓർഡർ ചെയ്യുകയായിരുന്നു. 80 രൂപ നിരക്കിൽ 25 ഭക്ഷണ പൊതികൾക്ക് 2000 രൂപ അഡ്വാൻസും നൽകി. അടുത്ത ദിവസവും ഇതേ റെസ്റ്റോറന്റിൽ നിന്ന് 25 ഊണ് തന്നെ വാങ്ങി. എന്നാൽ ഇതിൽ അച്ചാർ ഉണ്ടായിരുന്നില്ല. ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ തമ്മിൽ തർക്കങ്ങളായി. ഒരു ഊണിന്റെ അച്ചാറിന് 1 രൂപ എന്ന കണക്കിൽ 25 രൂപ തനിക്ക് തിരിച്ചു നൽകണമെന്ന് ആരോഗ്യസ്വാമി ആവശ്യപ്പെട്ടു. പിന്നാലെയാണ് ആരോഗ്യസ്വാമി വില്ലുപുരം ജില്ലാ ഉപഭോക്തൃ പരാതി സമിതിക്ക് പരാതി നൽകിയത്. ഊൺ പൊതിയിൽ അച്ചാർ നൽകാത്തത് ഹോട്ടലിന്റെ സേവനത്തിന്റെ പോരായ്മയാണെന്ന് കേസ് പരിഗണിച്ച ചെയർമാൻ സതീഷ് കുമാർ, അംഗങ്ങളായ മീര മൊയ്തീൻ, അമല തുടങ്ങിയവർ നിരീക്ഷിക്കുകയായിരുന്നു. ഇതിന്റെ നഷ്ടപരിഹാരമായി 30,000 രൂപയും വ്യവഹാര ചെലവിന് 5,000 രൂപയും അച്ചാറിന് 25 രൂപയും നഷ്ടപരിഹാരം നൽകാനും വാങ്ങിയതിന്റെ യഥാർത്ഥ രസീത് നൽകാനും അവർ ഹോട്ടൽ ഉടമയോട് ഉത്തരവിടുകയായിരുന്നു. നഷ്ടപരിഹാരം നൽകാൻ ഹോട്ടൽ ഉടമയ്ക്ക് 45 ദിവസത്തെ സമയം അനുവദിച്ചിട്ടുണ്ട്. ഈ ദിവസത്തിനുള്ളിൽ പണം നൽകിയില്ലെങ്കിൽ പ്രതിമാസം 9% പലിശ നിരക്കിൽ അധിക പിഴ ഈടാക്കുമെന്നും ജില്ലാ ഉപഭോക്തൃ പരാതി സമിതി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇരുപക്ഷത്തു നിന്നുമുള്ള വാദങ്ങൾ കേട്ടതിന് പിന്നാലെയാണ് സമിതി ആരോഗ്യസ്വാമിക്ക് അനുകൂലമായി വിധിച്ചിരിക്കുന്നത്. ഓൾ കൺസ്യൂമേഴ്സ് പബ്ലിക് എൻവയോൺമെന്റൽ വെൽഫെയർ അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റാണ് ആരോഗ്യസ്വാമി. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.